ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. അപ്പോൾ നമ്മളിന്നൊരു ഫ്രോക്കിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഒക്കെ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഒരുപാട് നാളായിട്ട് നമ്മൾ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും അങ്ങനെ ഇടാറില്ല, പറ്റാത്തതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ നല്ലൊരു ഫ്രോക്കിൻ്റെ മോഡലായപ്പോൾ അതിൻ്റെ കട്ടിങ്ങും സ്റ്റിച്ചിങ്ങും ഇടാമെന്ന് വിചാരിച്ച് അങ്ങനെ ഇട്ടതാണ്. അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അതുപോലെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അതാ നമ്മളൊരു 2 ഇയർ ബേബിൻ്റെ ഫ്രോക്കാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. 18 സൈസ് വരിക. പക്ഷെ നമ്മളൊരു 3/4 ലെങ്ത്തിൻ്റെ ആ ഒരു കണക്കിൽ ഏകദേശം ഒരു ഫുൾ ലെങ്ത്ത് വരാത്ത ഒരു രീതിയിൽ അങ്ങനെ വേണമെന്ന് നമ്മൾ കസ്റ്റമർ പറഞ്ഞിട്ട് അങ്ങനെ ചെയ്തതാണ് കേട്ടോ. ഓർഗൻസിയിലാണ് ലെയറായിട്ട് ഫ്രോക്കാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അടിപൊളി ഫ്രോക്കാണ് കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ കാണാൻ. അപ്പോൾ ഇത് 2.5 മീറ്ററിൻ്റെ ഫാബ്രിക്കാണ് നമ്മൾ ഫോൾഡ് ചെയ്തിട്ടാണ് നമ്മളിതിൻ്റെ നമ്മൾ എന്താ പറയുക ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷമാണ് കേട്ടോ ഇത് ഫ്രില്ലിട്ട് എടുക്കുന്നത്. അപ്പോൾ എല്ലാ പീസും അങ്ങനെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രില്ലിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതാണ് ഒരു ലെങ്ത്ത് വരുന്നത്. അപ്പോൾ ഇത് എന്താ പറയുക ഒന്ന് സെൻറ്റർ മടക്കിയിട്ട് വെച്ചിട്ടുള്ള അങ്ങനെയുള്ള അളവാണ് കേട്ടോ ഞാൻ കാണിക്കുന്നത്. 2.5 മീറ്ററിൻ്റെ ഓർഗൻസിൻ്റെ ഫസ്റ്റ് ലെയറാണ്. അതുപോലെ തന്നെ സെക്കൻഡ് ലെയറും നമ്മൾ എടുത്തിട്ടുണ്ടായിരുന്നത്. ആ 5 ഇഞ്ചിൻ്റെ മാറ്റം വരുന്ന കേട്ടോ ഓരോ പീസും തമ്മിൽ, ഓരോ ലെയറും തമ്മിൽ 5 ഇഞ്ച് മാറ്റം. ആ ഒരു രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ. മറ്റേത് നമ്മൾ 16 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇത് ഫോൾഡ് ചെയ്തിട്ടുള്ള 16 ഇഞ്ച്, അതല്ലെങ്കിൽ 32 ഇഞ്ച് അങ്ങനെയായിട്ടാണ് വരിക. അപ്പോൾ നമ്മൾ 11 ഇഞ്ചിലാണ് കട്ട് ചെയ്തിട്ടുണ്ടായത്. 22 ഇഞ്ചാണ് ടോട്ടലി വരുന്ന അളവ് കേട്ടോ. ഇതും നമ്മൾ 2.5 മീറ്ററിൻ്റെ പീസ് തന്നെയായിരുന്നു. അപ്പോൾ ഇത് നമ്മളൊന്ന് ഫോൾഡ് ചെയ്തിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ ആ അളവെടുക്കുന്നതിന് മുമ്പായിട്ട് ചെയ്തതാണ്. അപ്പോൾ ഇത് നമ്മൾ 6 ഇഞ്ചിലാണ് കട്ട് ചെയ്യുന്നത്. സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഒരു 5 ഇഞ്ച് ആ ഒരു ലെവൽ കിട്ടുന്ന രീതിയിൽ എല്ലാം വരുന്നു കേട്ടോ. അപ്പോൾ ഇത് നമ്മൾ ഫോൾഡ് ചെയ്തിട്ട് തന്നെയാണ്. അപ്പോൾ ഇതൊന്ന് സ്റ്റിച്ച് ചെയ്തതിന് ശേഷമാണ് നമ്മൾ കാണിക്കണമെന്നുള്ളൂ. സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മളെല്ലാം ഫ്രില്ലിട്ടെടുക്കുകയാണ് കേട്ടോ. ഒക്കെ ഫോൾഡ് ചെയ്തിട്ട് ഫ്രില്ലിട്ടെടുക്കുകയാണ് കേട്ടോ. ഡബിളായിട്ടാണ് ഓരോന്നും ഫ്രില്ലിട്ടെടുക്കുന്നത്. അപ്പോൾ ഇതും അതേപോലെ തന്നെ നമ്മൾ സെൻറ്റർ ഭാഗം മടക്കിയിട്ട് ഒന്ന് സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക, എന്നിട്ട് ഫ്രില്ലിട്ടെടുക്കുക. അങ്ങനെ 3 പീസ് നമ്മൾ ഫ്രില്ലിട്ടെടുക്കുക. ആ ഒരു രീതിയിലാണ് കേട്ടോ ഇത് ഫ്രില്ലിടുന്നത്. അപ്പോൾ ഇതിൻ്റെ ബോഡി പാർട്ട് വരുന്നത് 7 ഞാൻ പറഞ്ഞല്ലോ മുമ്പ് സ്കേർട്ട് പോർഷൻ വരുന്നത് ഒരു 16. അപ്പോൾ ടോട്ടലി 23 വരണം സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ ആ ഒരു 2 ഇയർ ബേബിക്ക് ഫുള്ളായിട്ടുള്ള ലെങ്ത്ത് കിട്ടുന്നില്ല, പക്ഷെ എന്നാൽ കിട്ടും വേണം. അപ്പോൾ 6 മീറ്ററാണ് നമ്മളിതിൻ്റെ ഫാബ്രിക് യൂസ് ചെയ്തിട്ടുള്ളത് കേട്ടോ. ഓർഗൻസ 5 മീറ്റർ. എന്താ വെച്ചാൽ 1 മീറ്റർ നമുക്ക് ഫ്ലവർ ഉണ്ടാക്കാനൊക്കെയാണ് കേട്ടോ. മറ്റേത് നമുക്ക് സ്കേർട്ട് പോർഷനും അതുപോലെ ബോഡി പാർട്ടും എല്ലാം കൂടെയാണ് 4 മീറ്റർ വന്നിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ ലൈനിങ്ങാണ്, ക്രേപ്പ് ലൈനിങ്ങാണ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അത് ഇവിടെ 16 ഇഞ്ചിൽ തന്നെ കട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ അതുപോലെ 2 മീറ്ററാണ് കേട്ടോ അതിൻ്റെ ലെങ്ത്ത് വരുന്നത്. ഇപ്പോൾ കോട്ടൺ ലൈനിങ് നമ്മൾ സാധാ കട്ട് ചെയ്യുന്നത് പോലെ തന്നെ 2 പീസായിട്ട് അങ്ങനെ കട്ട് ചെയ്തതാണ്. അതിൻ്റെ ലെങ്ത്ത് 1 ഇഞ്ച് കുറച്ചിട്ട് 15 ഇഞ്ചിലാണ് കേട്ടോ നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. അത് മൊത്തം നമ്മളൊരു കോട്ടൺ ലൈനിങ്ങിൻ്റെ വിഡ്ത്തിൻ്റെ ആ ഒരു ഫുള്ളായിട്ട് എടുത്തിട്ട് അങ്ങനെ കട്ട് ചെയ്തിട്ടെടുത്തതാണ് കേട്ടോ. പിന്നെ ബോഡി പാർട്ടിൻ്റെ കട്ടിങ്ങാണ്. ബോഡി പാർട്ട് നമ്മൾ സ്റ്റാപ്പ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിനനുസരിച്ചുള്ള അളവുകൾ എടുത്തിട്ട് കട്ട് ചെയ്തിട്ടെടുക്കുക കേട്ടോ വേണ്ടത്. അപ്പോൾ 4.5 ഇഞ്ചാണ് നമ്മളിതിൻ്റെ ഷോൾഡർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സ്ലീവ് നമ്മൾ കൊടുക്കുമ്പോൾ ഒരു 1/2 ഇഞ്ച് കുറച്ചിട്ട് 4 ഇഞ്ചിൽ കട്ട് ചെയ്തിട്ടെടുത്താൽ മതി കേട്ടോ. അപ്പോൾ കറക്റ്റ് ആ ഒരു 4 ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട്. 11 ഇഞ്ചാണ് നമ്മുടെ ബോഡിൻ്റെ അളവ് വരുന്നത്, തയ്യൽ തുമ്പ് കൂട്ടാതെ. പ്ലസ് തയ്യൽ തുമ്പും കൂടെ കൂട്ടിയിട്ട് 12 ഇഞ്ചിലാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുക്കുന്നത് കേട്ടോ. 2.5 ഇഞ്ച് നെക്ക് മാർക്ക് ചെയ്യുന്നുണ്ട്. 2.5 ഇഞ്ച് ലെങ്ത്തും 2.5 ഇഞ്ച് വിടുത്തും അങ്ങനെ കേട്ടോ നെക്ക് മാർക്ക് ചെയ്യുന്നത്. ഒരേ അളവ് തന്നെയാണ് രണ്ടും കട്ട് ചെയ്യുന്നത്. എന്നിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിൻ്റെ ശേഷം ഒരു 3/4 ഇഞ്ച് താഴേക്ക് മാർക്ക് ചെയ്തിട്ട് എടുക്കാനുണ്ടോ സെൻറ്ററിൽ നിന്ന്. അത് നമുക്ക് അവിടെ ഒരു ചെറിയ കർവ് എടുക്കാനുണ്ട്, അതിന് വേണ്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ സ്റ്റാപ്പ് എടുക്കുമ്പം ആ ഒരു സെൻറ്റർ പോർഷൻ മാത്രം ഒന്ന് കർവ് കൊടുത്തിട്ട് നെക്ക് കൂടുന്നില്ല, അവിടെ മാത്രമല്ലേ നമ്മൾ കൊടുക്കുന്നുള്ളൂ. വേറെയുള്ള ഭാഗത്ത് കറക്റ്റായിട്ട് ആ ഒരു മെഷർമെൻറ്റ് തന്നെയാണ് നമ്മൾ കൊടുത്തിട്ട് ചെയ്യുന്നത് കേട്ടോ. ഇനി ഇതിന് നമുക്ക് സ്റ്റാപ്പ് എടുക്കാനുണ്ട്. നമ്മുടെ ബോഡി പാർട്ട് കറക്റ്റ് കട്ടിങ്
അല്ല മാർക്കിങ് കഴിഞ്ഞിട്ട് ഇനി കട്ട് ചെയ്തിട്ട് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കോട്ടൺ ലൈനിങ്ങിലാണ് കേട്ടോ കട്ട് ചെയ്തിട്ടെടുക്കുന്നത്. കോട്ടൺ ലൈനിങ്, അതുപോലെ തന്നെ സാറ്റിന്, പിന്നെ ഓർഗൻസിങ് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന് നമ്മൾ ബോഡി പാർട്ടിന് ക്രേപ്പ് ലൈനിങ് അല്ല കൊടുക്കുന്നത്, സാറ്റിങ് ആണ് കൊടുത്തിട്ടുള്ളത്, ഒരു ഗ്ലേസിങ് കിട്ടാൻ വേണ്ടിയിട്ട് കേട്ടോ. ഒരു ചെറിയ പീസ് നമുക്ക് കട്ട് പീസിൽ നിന്നായിട്ട് എടുത്തിട്ട് അങ്ങനെ ചെയ്താലും മതി. അതിൻ്റെ അളവ് ഞാനിതിൽ കൊടുക്കാത്തത് അതുകൊണ്ടാണ്. അതിനിപ്പോൾ ക്രേപ്പ് തന്നെ കൊടുത്തു വെച്ചിട്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ. ചെറിയൊരു ഷൈനിങ് കിട്ടാൻ ഒരു ഭംഗിക്ക് വേണ്ടിയിട്ട് ഞാൻ കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെ ബോഡി പാർട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മളെ ബോഡി പാർട്ടിൻ്റെ കൂടെ തന്നെ നമ്മൾ സാറ്റിനും അതേപോലെ ഓർഗൻസൊക്കെ വെച്ചിട്ട് എല്ലാം കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ബാക്ക് പോർഷനും അതിൻ്റെ എല്ലാ പീസസും നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. 3 പീസ് എല്ലാം വരുന്നുണ്ട് കേട്ടോ. ഫ്രണ്ട് പീസും ബാക്ക് പീസൊക്കെ 3 പീസ് വീതം വരുന്നുണ്ട്. ഇനി നമുക്കിതിൻ്റെ സ്റ്റാപ്പും എടുക്കാനുണ്ട്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞ ആ ഒരു പീസിൽ നിന്ന് ഒരു 2-2.5 ഇഞ്ചെങ്കിലും വരണം കേട്ടോ നമുക്ക് സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ട്. അപ്പോൾ നല്ലൊരു വൃത്തിക്കത് എടുക്കുള്ളൂ. 2 ഇഞ്ച് പിന്നെ സ്റ്റാപ്പ് വരണം, 1/2 ഇഞ്ച് തയ്യൽ തുമ്പ്, അങ്ങനെ 5 ഇഞ്ചാണ് നമ്മൾ കട്ട് ചെയ്യുന്ന സ്റ്റാപ്പിൻ്റെ ലെങ്ത്ത് വരുന്നത് കേട്ടോ. 12 ഇഞ്ച് വിട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നല്ല അതിൻ്റെ സെൻറ്റർ കൂട്ടി യോജിപ്പിച്ചതിന് ശേഷമാണ് നമ്മളത് ഫ്രില്ലിട്ട് എടുക്കുന്നത് കേട്ടോ. നമ്മളെ ബോഡി പാർട്ട് ഓർഗൻസിയും സാറ്റിനും ഓർഗൻസിയും കൂടെ നമ്മളൊന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് പതിച്ചെടുത്തിട്ട് ഇതിന് നമ്മൾ ഫ്രില്ലിട്ടെടുത്ത സ്റ്റാപ്പ് അതിൽ അറ്റാച്ച് ചെയ്യാനുണ്ടോ. അപ്പോൾ അതിൻ്റെ മുകൾ ഭാഗത്ത് ആ ഒരു കൈക്കുഴിൻ്റെ ഭാഗം കുറച്ച് തയ്യൽ തുമ്പ് വെച്ചിട്ട് ബാക്കി സ്റ്റിച്ച് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ ചെറിയ കട്ടൊക്കെ കൊടുത്തിട്ടൊന്ന് മറിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ചെറിയ കട്ടുകളൊക്കെ കൊടുത്തിട്ട് ഒന്ന് മറിച്ചെടുക്കുക. പിന്നെ നമ്മളെ ഫ്രോക്കിൻ്റെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഫ്രണ്ട് പീസിൻ്റെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി ബാക്ക് പീസ് നമ്മൾ സാറ്റിനും ഓർഗൻസിയും കൂടി ഒരുമിച്ച് വെച്ച് തയ്ച്ചെടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കറക്റ്റ് ആ ഒരു സ്ലീവിൻ്റെ പോർഷൻ വെച്ചിട്ട് നമ്മൾ കോട്ടൺ ലൈനിങ്ങും കൂടെ വെച്ചിട്ട് ഒന്ന് റൗണ്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒന്ന് മറിച്ചെടുക്കുകയാണ്. ഇനി സിബ് വെക്കാനുള്ള ആ ഭാഗം ഒന്ന് ക്ലിയർ ആക്കിയിട്ട് എടുക്കുക. അപ്പോൾ നമ്മുടെ ബാക്ക് പീസും ഫ്രണ്ട് പീസും സ്റ്റിച്ചിങ് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സെൻറ്റർ വശം ഒന്നെല്ലാം പതിച്ചെടുക്കുക, സൈഡ് ഒന്ന് റൗണ്ട് ചെയ്തിട്ടെടുക്കുക. എന്നിട്ട് നമ്മൾ സിബ് വെക്കാനുള്ള ഭാഗം ഒന്ന് കൂട്ടി യോജിപ്പിക്കുന്നുണ്ട് കേട്ടോ. ഒന്നിച്ച് ചെയ്തിട്ടെടുക്കുക. അപ്പോൾ നമ്മൾ ബോഡി പാർട്ടിൻ്റെ എല്ലാ ഭാഗങ്ങളും ബോയും അതുപോലെ സിബൊക്കെ അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമ്മൾ സൈഡ് ഭാഗം നമ്മൾ അളവിട്ടിട്ട് മാർക്ക് ചെയ്തിട്ട് നമ്മൾ സൈഡ് കൂട്ടി കൊടുക്കുകയാണ് കേട്ടോ. അപ്പോൾ 11 ഇഞ്ചാണ് നമ്മുടെ ഫ്രോക്കിൻ്റെ സൈഡ് ചെസ്റ്റ് പോർഷൻ വരുന്നത്. അപ്പോൾ നമ്മൾ വേസ്റ്റ് നമ്മൾ അതേ അളവ് തന്നെയാണ് ഇട്ടെടുക്കുക. അപ്പോൾ ഇത് നല്ല കനമുള്ളതുകൊണ്ട് തന്നെ ഇടിക്കാൻ ബുദ്ധിമുട്ടൊന്നും വരാതിരിക്കാൻ ചെസ്റ്റും വേസ്റ്റ് നമ്മൾ ഒരേ അളവിൽ എടുക്കട്ടെ. പിന്നെ നമുക്ക് ബോയ് ഉണ്ടായതുകൊണ്ട് കെട്ടാനുള്ള വള്ളി എടുക്കുന്നതുകൊണ്ട് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്തെടുക്കാനും പറ്റും. ആ രീതിയിലാണ് ഇപ്പോൾ ചെയ്യുക. അപ്പോൾ നമ്മളെ ബോഡി പാർട്ടിൻ്റെ സ്റ്റിച്ചിങ് ഫുള്ളായിട്ട് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമ്മൾ അതിൻ്റെ ലെങ്ത്ത് ഒന്ന് കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ 7.5 ഇഞ്ചാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ബോഡി പാർട്ടിൻ്റെ ലെങ്ത്ത് വരുന്നത്. പിന്നെ നമ്മൾ ലൈനിങ് സ്കേർട്ട് പോർഷൻ ലൈനിങ്ങൊക്കെ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. അതേപോലെ തന്നെ ക്രേപ്പ് ലൈനിങ്ങും ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഡബിളായിട്ട് എടുത്തിട്ട് ഓർഗൻസ ഫുള്ള് ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ. ഫസ്റ്റ് ലെയറും സെക്കൻഡ് ലെയറും തേർഡ് ലെയറൊക്കെ നമ്മൾ ഫ്രില്ലിട്ട് എടുത്തിട്ടുണ്ട്. ഇത് ഒന്നിച്ച് കൊടുത്തിട്ടാണ് നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇത് മുകളിൽ നിന്ന് തന്നെ എല്ലാ പീസും നമ്മൾ ഒരേപോലെ ഫ്രില്ലിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത്. അതെന്തുകൊണ്ടെന്ന് വെച്ചാൽ ഒന്ന് പഫി ആയിട്ട് ബാർബി പോലെയൊക്കെ എടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ സ്റ്റിഫ് നെറ്റ് ഒന്നും ഇതിൽ യൂസ് ചെയ്യുന്നില്ല. ഈ ഒരു സംഭവം തന്നെ ഇങ്ങനെ കൊടുക്കുന്നതുകൊണ്ട് നല്ല പഫി ആയിട്ട് കിടക്കും. അപ്പോൾ നമ്മൾ സ്കേർട്ട് പോർഷൻ്റെ സ്റ്റിച്ചിങ്ങൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. നമ്മൾ സ്കേർട്ട് പോർഷനും
ബോഡി പോർഷൻ ഒന്നിച്ച് ഒന്ന് റൗണ്ട് ചെയ്തിട്ട് എടുക്കാനുണ്ട്, സ്റ്റിച്ച് ചെയ്ത് എടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ നമ്മളെ ഫ്രോക്കിൻ്റെ പണികളൊക്കെ തീർന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഫ്രണ്ടിലൊരു ബോയും ഒരു പൂവ് അറ്റാച്ച് ചെയ്യാനുണ്ട്, കുറച്ച് ബീഡ്സും കൊടുക്കാനുണ്ട് കേട്ടോ. അപ്പോൾ അവർ റെഡ് ഫ്രോക്ക് ആയതുകൊണ്ട് തന്നെ വൈറ്റ് ബീഡ്സും കൊടുത്തതുകൊണ്ട് തന്നെ നല്ല ഭംഗിയായിട്ട് എടുക്കുന്നുണ്ട്. എന്നിട്ട് നമ്മൾ ഫ്ലവറിലൊക്കെ അവിടെ ആയിട്ട് ബീഡ്സ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും